അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ, ശ്രദ്ധിക്കണേ മക്കളെ, രണ്ട് മെട്രിക്സ് ഉണ്ട്, അത് സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് സെയിം ഓർഡർ, സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു എ ആൻഡ് ബി ഇൻറ്റു എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്നത്, നിങ്ങൾ ഈ ഭാഗം ഒന്ന് കൺസിഡർ ചെയ്തേ, എ ഇൻറ്റു ബി ഈക്വൽ ടു എ എന്നുള്ള സാധനം ഒന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ രണ്ട് സൈഡിലും ഞാൻ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ദാ നോക്കുക, ഇപ്പൊ എ ബി ഇൻറ്റു എ, ഇതെന്തായി, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതായത് എ ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എ ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതായത് എനിക്കിതാ ഇതിന് ഇങ്ങനെ എഴുതാം. ഓക്കെ ആണേ, സെറ്റ് ആണേ, ഓക്കെ അല്ലേ? അപ്പൊ ഇനി നോക്കുക, ബി എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ബി എ എന്ന് പറഞ്ഞാൽ ബി ആണ് അല്ലെ? ബി എ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പം എ ഇൻറ്റു ബി ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക മക്കളെ, എ ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? എ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ഇത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ഇങ്ങനെ 1 എന്നൊന്നും വിളിക്കാൻ നിർബന്ധമില്ല, ഇത് അങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്ത് ഞാൻ എടുക്കുന്നു എന്ത്? ബി ഇൻറ്റു എ ഈക്വൽ ടു ബി എന്നുള്ള സാധനം എടുത്തു. ഓക്കെ ആണല്ലോ? ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ പോലെ തന്നെ രണ്ട് സൈഡിലും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? അവിടെ എന്ത് വരും? ഇവിടെ ബി ഇൻറ്റു ബി സ്ക്വയർ എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വീണ്ടും അസോസിയേറ്റീവ് ആയതുകൊണ്ട് ദാ നോക്കാം മക്കളെ, ബി ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എന്താണടാ? എ ആണ്. അപ്പൊ ഞാനത് അവിടെ എഴുതുന്നു, ബി ഇൻറ്റു എ ഈക്വൽ ടു ബി സ്ക്വയർ. ഓക്കെ ആണ്. ഇനി ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ബി തന്നെയാണ്. അപ്പൊ ബി ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് വരും. ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുന്നു. രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ ഇതിനോട് ഈക്വൽ ആയിട്ട് വരും. എ പ്ലസ് ബിയോട് ഈക്വൽ ആയിട്ട് വന്നു. സോ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് സെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ ആണേ?